ഇവിടെ ഈ പ്രായമായ ആൾ തന്റെ കാലിലെ നഖം വെട്ടാൻ ഒരു ചെറിയ ഗ്രൈൻഡിംഗ് മെഷീൻ ആണ് യൂസ് ചെയ്യുന്നത്. ഒരു നെയിൽ കട്ടർ പോലും വാങ്ങി കാശ് വേസ്റ്റ് ആക്കാൻ അയാൾ തയ്യാറല്ല. അയാൾ ആ കാശ് കളക്ട് ചെയ്ത് വെച്ച് ഒരു ഇന്ത്യൻ ബൈക്ക് മോഡിഫൈ ചെയ്തെടുക്കാൻ തുടങ്ങുന്നു. കാരണം ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ബൈക്ക് റൈഡർ ആവണമെന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ റേസ് നടക്കുന്ന ദിവസം അദ്ദേഹം തന്റെ ബൈക്കുമായി റേസ് നടക്കുന്ന സ്ഥലത്തേക്ക് വരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ബൈക്ക് കണ്ട് അവിടെ ഉണ്ടായിരുന്നവർ അദ്ദേഹത്തെ റേസിൽ പങ്കെടുപ്പിക്കാൻ കഴിയില്ലെന്ന് പറയുന്നു. കാരണം ആ ബൈക്കിന്റെ ഫ്യൂൽ ടാങ്ക് ഒരു കോർക്ക് യൂസ് ചെയ്താണ് അടച്ചിരിക്കുന്നത്. മാത്രമല്ല അതിന് നല്ലൊരു ബ്രേക്കിംഗ് സിസ്റ്റം പോലുമില്ല. എവിടെയെങ്കിലും ഇടിച്ചു നിർത്തിയാൽ മാത്രമേ അത് സ്റ്റോപ്പ് ആവൂ. പക്ഷെ അദ്ദേഹം മനസ്സ് തളരാൻ തയ്യാറാവാതെ ആ റേസിൽ പങ്കെടുക്കാനുള്ള പെർമിഷൻ നേടുന്നു. അവിടെയുള്ള സ്റ്റാഫുകളുടെ സഹായത്തോടെ തള്ളിയാണ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം ഒന്ന് ബാലൻസ് തെറ്റി അദ്ദേഹം പെട്ടെന്ന് തന്നെ അത് ബാലൻസ് ചെയ്യുന്നു. ഒന്നാമത്തെ ചെക്ക് പോയിന്റ് കടന്നപ്പോൾ തന്നെ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ആ ബൈക്ക് മണിക്കൂറിൽ 150 മൈൽ വേഗത്തിൽ പോകുന്നു. ഭയങ്കര സ്പീഡിൽ പോകുന്നത് കൊണ്ട് സൈലൻസർ ചൂടായി കാല് കൊള്ളാൻ തുടങ്ങുന്നു. പക്ഷെ അദ്ദേഹം അതൊന്നും കാര്യമാക്കുന്നില്ല. നാലാമത്തെ ചെക്ക് പോയിന്റ് എത്താറായതും ബാലൻസ് തെറ്റി വണ്ടി ഷേക്ക് ആവാൻ തുടങ്ങുന്നു. പക്ഷെ അദ്ദേഹം ബൈക്ക് ബാലൻസ് ചെയ്യാൻ ശ്രമിച്ച് ആക്സിലേറ്ററിന്റെ സ്പീഡ് കൂട്ടുന്നു. നോക്കുമ്പോൾ നാലാമത്തെ ചെക്ക് പോയിന്റ് കടന്നതും അവർ സ്പീഡ് ചെക്കിങ്ങിനായി വെച്ചിരുന്ന മെഷീൻ സ്റ്റക്ക് ആവുന്നു. മാത്രമല്ല മണിക്കൂറിൽ 200 മൈൽ വേഗത്തിൽ ബൈക്ക് ഓടിച്ച് അദ്ദേഹം തന്റെ ആഗ്രഹം സാധിച്ചിരിക്കുന്നു.